ബിജോയ് താങ്കൾ ടെലിഫോൺ ലൈൻ തുടരുക. ഇപ്പോൾ ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, അത്രത്തോളം പീഡന പരാതികളാണ് ഇപ്പോൾ മുകേഷ് MLA-ക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം പീഡന പരാതികൾ ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ അതിന്റെ ഒരു മര്യാദ? അല്ല, അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ പീഡന പരാതികൾ ഇപ്പൊ ഉന്നയിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിനെതിരെ? പിന്നെ പീഡന പരാതികൾ ഒന്ന് രണ്ട് നടിമാര് പിന്നെ ആരോപണമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഇത് ആദ്യമായിട്ടല്ലല്ലോ. കേരള രാഷ്ട്രീയത്തിൽ പിന്നെ ജോസ് പട്ടേൽ എന്ന് പറയുന്ന നേരത്തെ UDF-ന്റെ ഭാഗമായിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു വലിയ ആരോപണം വന്നു. അദ്ദേഹം പിന്നെ രാജിവെച്ചിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ നിലവിൽ കേരള നിയമസഭയിലുള്ള UDF-ന്റെ 2 MLA-മാർ. റെജി ലൂക്കോസ്, അവിടെ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അതെല്ലാം ഓരോ സ്ത്രീകളുടെ പരാതികളായിരുന്നു. അവരുടെ വ്യക്തിപരമായ അവർക്കേറ്റ ബുദ്ധിമുട്ടുകൾ, അതിനെ തുടർന്നുള്ള പരാതികളായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും രണ്ടുമല്ല, ദിവസം ചെല്ലുന്തോറും ഓരോ നടിമാർ മിനിറ്റിന് വെച്ചാണ് മുകേഷിനെതിരെ പരാതികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതെന്ത് വിചിത്രമായ വാദഗതിയാണ്. കാരണം ഒരു സ്ത്രീയോ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെന്നുള്ളതാണ്. ഒരു സ്ത്രീയെ അല്ല, ഒന്നിൽ കൂടുതൽ സ്ത്രീകളെയും അപമാനിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം ഒന്നു തന്നെയല്ലേ? ഗുരുതരമല്ലേ? ഒരു സ്ത്രീയെ മാത്രം പിന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഗ്രാവിറ്റി കുറവ്. എനിക്കറിയത്തില്ല, അതെന്തൊരു വിചിത്ര വാദഗതിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പിന്നെ രീതിയിലുള്ള വാദഗതി പോലുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീ സമൂഹത്തിലെ ആരപമാനിച്ചാൽ അത് ഒരിക്കലും പൊറുക്കാൻ പറ്റുന്നതല്ല. ഒരു ശതമാനം പോലും നമ്മുടെ സമൂഹം പൊറുക്കത്തില്ല. ഒരു തർക്കമില്ല കാര്യത്തിൽ. അത് മുകേഷ് എന്നല്ല, ഇനിയിപ്പോൾ ആരാണെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കും. ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഒരു റെസ്ലിംഗ് ഫെഡറേഷന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ MP ആയിരുന്നു. അല്ല, നമ്മൾക്കിപ്പോൾ ആ വിഷയത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. ബ്രിജ്ഭൂഷന്റെ കാര്യമൊക്കെ മാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. നമുക്ക് സംസാരിക്കേണ്ടത് ഇപ്പോഴത്തെ വിഷയമാണല്ലോ. നമ്മളിപ്പോൾ ബ്രിജ്ഭൂഷണിലേക്ക് പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾക്കിപ്പോൾ മുകേഷിന്റെ കാര്യമാണല്ലോ സംസാരിക്കേണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ പോലുമില്ല. മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. CPI നേതാവ് ആനി രാജ പോലും പറഞ്ഞിരിക്കുന്നത്, CPI നേതാവ് ഘടകകക്ഷിയാണ് പറഞ്ഞിരിക്കുന്നത്, ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്നാണ്. ഇപ്പോൾ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ചു. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചു. ഇപ്പോൾ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വെച്ചാൽ അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ്. അമ്മ എന്ന് പറയുന്നത് ഒരു സ്വകാര്യ സംഘടനയാണ്. പക്ഷേ മുകേഷ് എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ധാർമ്മിക ഉത്തരവാദിത്തം കൂടുതൽ മുകേഷിന് തന്നെയല്ലേ? അല്ല, ചോദ്യം ന്യായമാണ്. എനിക്കൊന്ന് സംസാരിക്കാൻ അവസരം തരും. ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നിപ്പോ വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു നടി, ഇനിയിപ്പോ പേര് പറയാൻ പറ്റത്തില്ല, ഇനിയിപ്പോ ആരോപിത എന്ന് പറയാൻ പറ്റുള്ളൂ, ആലുവയിലുള്ള ഒരു നടി ഈ മുകേഷിനെതിരെ ഉൾപ്പെടെയുള്ള 4 പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ഇന്നിപ്പോ അതേ സ്ത്രീ ഒരു ചാനലിൽ ലൈവായിട്ട് തന്നെ പറയുന്നുണ്ട്, ഞാൻ 2014 മുമ്പ് 2009 2014 ഇടയ്ക്ക് നിരവധി തവണ പരാതി കൊടുത്തു. കലാവതി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വാരികയിൽ അവരുടെ ഒരു ഇന്റർവ്യൂ വന്നു. അതിനകത്തും ഈ പീഡനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടും അന്നത്തെ പോലീസോ അന്നത്തെ സർക്കാർ ഒരു നടപടി സ്വീകരിച്ചില്ല. എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഗവൺമെന്റിന്റെ പ്രവൃത്തി എന്താണ്? കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാർ സ്ത്രീത്വത്തോടൊപ്പമാണെന്നുള്ളത് ഏറ്റവും വലിയ തെളിവല്ലേ? ദിലീപ് എന്ന് പറഞ്ഞ അന്നത്തെ ഏറ്റവും പവർ ഗ്രൂപ്പിന്റെ ഏറ്റവും തലവനായിരുന്ന ഒരു സൂപ്പർ താരത്തെ പിടിച്ച് ജയിലിലിട്ടില്ലേ? കൂടാതെ 7 അംഗ IPS ഉദ്യോഗസ്ഥരുടെ ഒരു പാനൽ തന്നെ നിയോഗിച്ചിരിക്കുന്നത്, SIT എന്ന് പറയുന്നത്. അതിൽ 4 പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ ഇപ്പോഴും നടപടിയൊന്നും എടുത്തില്ലല്ലോ. ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റിക്ക് പുറത്ത് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൂടെ പരാതികൾ ഉന്നയിച്ച ആ പരാതികൾ മേലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ ഇതുവരെയും ഒരു നിയമ നടപടിയും എടുത്തിട്ടില്ലല്ലോ, ശ്രീ രജി ലൂക്കോസ്. അല്ല, ഹേമ കമ്മിറ്റിയുടെ നടപടി എന്ന് പറയുന്നത് ഇപ്പോൾ അത് 10-ാം തീയതി വരെ പിന്നെ ഹൈക്കോടതിയുടെ മുന്നിലാണ്. 10-ാം തീയതി ഹൈക്കോടതി അതിന്റെ കമ്മീഷന്റെ റിപ്പോർട്ട് പൂർണ്ണമായ രീതിയിൽ സമർപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയിൽ അത് വരട്ടെ. കോടതിയാണ് ഇനിയിപ്പം ഈ നടപടികൾ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളത്. കോടതിയെ ഓവർകം ചെയ്തുകൊണ്ട് ജനാധിപത്യത്തിൽ സർക്കാർ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. രണ്ടാമത്തെ അവസ്ഥ മുകേഷിലേക്ക് തന്നെ വരാം. മുകേഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു MLA ആണ്. 2ാം തവണ അദ്ദേഹം MLA ആയി. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാനായിട്ട് ഞാനീ പറഞ്ഞ പോലെ തന്നെ SIT എന്ന് പറയുന്ന ടീമുകൾ അതിനകത്ത് നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരു പരിഗണനയും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ? അദ്ദേഹത്തിനെതിരെ ബലാത്സംഗത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗത്തിന് കേസെടുത്തിരിക്കുന്ന അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റു പലർക്കും കേസെടുത്തിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ പലർക്കെതിരെയും കേസെടുത്ത് മുന്നോട്ട് പോകാൻ ഈ സർക്കാർ കാണിച്ചൊരു ആർജവത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്തുണയ്ക്കാത്തത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ 2014 മുമ്പ് ആ നടിയുടെ ആ ഇരയുടെ അനുഭവങ്ങൾ ഞാനിവിടെ ഈ ചർച്ചയിൽ പറയാനൊരു കാരണം അതുമില്ല. അപ്പൊ അത്രയ്ക്ക് വലിയ ശക്തമായ നടപടി സ്വീകരിച്ച് സ്ത്രീകൾക്കൊപ്പം സ്ത്രീത്വത്തിനൊപ്പം നിന്നുള്ള തെളിയിച്ച ഒരു സർക്കാരിനെ നിങ്ങൾ വേട്ടയാടുമ്പോൾ
എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാത്തത്? മറ്റേതൊരു ഗവൺമെന്റിലൂടെ ആണെങ്കിൽ ഇങ്ങനെ നടപടി സ്വീകരിക്കുക. അതല്ല ഞാനിതിന്റെ ഉദാഹരണം പറയുന്നത്. നമ്മളാരും സർക്കാരിനെ വേട്ടയാടുന്നില്ല. നമ്മളാരും തന്നെ സർക്കാരിനെ വേട്ടയാടുന്നില്ല. ശ്രീ റിജി ലൂക്കോസ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷമായി പുറംലോകം കണ്ടിട്ടില്ല. അത് തന്നെ വലിയൊരു വിമർശനം തന്നെയല്ലേ? മാത്രമല്ല, പുറത്ത് വന്നതിന് ശേഷം അതിനെതിരെ യാതൊരുവിധ നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതെല്ലാം തുറന്നു പറയേണ്ടതല്ലേ? അതിനെക്കുറിച്ചെല്ലാം ചോദിക്കേണ്ടതല്ലേ? അതെങ്ങനെ സർക്കാരിനെതിരുള്ളൊരു വേട്ടയാടലാവും ശ്രീ റിജി ലൂക്കോസ്? അല്ല, അതിന് വ്യക്തമായ മറുപടി ഉള്ളൂ. ഒരു മിനിറ്റ് ക്ഷമിക്കൂ, ഞാനൊന്ന് മറുപടി വരട്ടെ. നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് മുതൽ 4 വർഷക്കാലം മനഃപൂർവ്വം അത് ഒളിച്ചു വെച്ചു, സർക്കാർ ഇവരെ സംരക്ഷിക്കാരെന്നുള്ള നരേഷൻ നിങ്ങൾ കൊണ്ടുവരുന്നത് അത് തെറ്റാണ്. അടിസ്ഥാനപരമായിട്ടത് അബ്സല്യൂട്ട്ലി റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. കാരണം ആ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചപ്പോൾ ആ കമ്മിറ്റി ഇതിന് പ്രത്യേകമായിട്ട് ലെറ്റർ കൊടുത്തിരിക്കുന്നത്. ആ ലെറ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല, ഇതിന് നിർദ്ദേശങ്ങൾ സർക്കാർ സമർപ്പിച്ചത് മാത്രമേ ഉള്ളൂ, ഇത് പുറത്തു വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കണ്ട് വിവരാവകാശ കമ്മീഷനിലേക്ക് ഈ റിപ്പോർട്ട് പോയപ്പോൾ വിവരാവകാശ കമ്മീഷണർ ഇതിന്റെ ഈ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പുറത്തുവിടുന്നതിനെ സ്റ്റേ ചെയ്തിരിക്കുന്നു. അർത്ഥ ജുഡീഷ്യൽ പവറുള്ള ഒരു വിവരാവകാശ കമ്മീഷൻ. ശരി റിജി ലൂക്കോസ്, ഇനിയും താങ്കളെ നമ്മൾ ടെലിഫോൺ വഴി വിളിക്കാം. കൂടുതൽ വാർത്തകൾ വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഒന്ന് ഇടപെടുന്നത്. അനിവാര്യമായ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് ബിനുവിലേക്ക് തന്നെ തിരിച്ചു വരാം.